എന്റെ പേര് ഡോക്ടർ ലിത ശ്യാം. ഞാനിവിടെ മലബാർ ഡെന്റൽ കോളേജ് റിസർച്ച് സെന്ററിന്റെ മോണരോഗ വിഭാഗത്തിൽ മേധാവിയായിട്ട് ജോലി ചെയ്യുന്നു. അപ്പൊ ഇന്നിപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണ് ഈ മോണരോഗം, അല്ലെങ്കിൽ എന്താണ് ഈ മോണരോഗ വിഭാഗത്തിൽ വന്ന് അവിടുത്തെ ചികിത്സാ രീതികളും അതിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ പല്ല് നമ്മുടെ താണ്ടിയെല്ലിലാണ് ബലപ്പെടുന്നത്. അപ്പോൾ ആ ബലപ്പെടുത്തുന്നതിന് കവറിംഗ് ആയിട്ടാണ് ഈ മോണ വരുന്നത്. അപ്പൊ മോണരോഗത്തിൽ നമ്മൾ മോണ മാത്രമല്ല, അടിയിലുള്ള എല്ലിനും തേയ്മാനം വന്നാണ് മോണരോഗം വരുന്നത്. അപ്പൊ ഇവിടെ അതിന്റെ ചികിത്സാ രീതി എന്ന് പറയുന്നത്, നമ്മൾ ആവശ്യപ്പെടുന്നത് എല്ലാ വർഷവും ഒരിക്കലെങ്കിലും എല്ലാവരും വന്ന് പല്ല് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ പല്ല് ക്ലീനിങ്ങിലൂടെ പരമാവധി മോണരോഗത്തിന്റെ ആദ്യത്തെ സ്റ്റേജില് അസുഖം വന്ന് മാറുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് പല്ല് ആടി വരികയാണ് അതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഫ്ലാപ്പ് സർജറി ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ലേസർ ഉപയോഗപ്പെടുന്നു. ലേസറിന്റെ ഉപയോഗം എന്ന് പറയുന്നത് പേഷ്യന്റ് നല്ല കംഫർട്ട് ആയിരിക്കും. മാത്രമല്ല, പെട്ടെന്ന് നമുക്ക് മോണരോഗ ചികിത്സ പെട്ടെന്ന് ചെയ്യപ്പെടാനും പെടുന്നുണ്ട്. പിന്നെ പോയ പല്ല് നമുക്ക് ഘടിപ്പിക്കാൻ വേണ്ടി ഇംപ്ലാന്റ് എന്ന് പറയുന്നൊരു പുതിയൊരു സിസ്റ്റം ഉണ്ട്. അത് നമ്മൾ ടൈറ്റാനിയം റോഡ് ഘടിപ്പിച്ചിട്ട് വേരുണ്ടാക്കിയിട്ട് അതിന്റെ പുറത്ത് പല്ല് വെക്കുന്നതാണ് ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ആധുനിക ചികിത്സാ രീതികൾ മോണരോഗ വിഭാഗത്തിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും ഒരു വർഷത്തിലൊരിക്കലെങ്കിലും പല്ല് ഒന്ന് ഡെന്റൽ ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ വന്ന് പല്ലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം അതിന്റെ കാഠിന്യം ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം.